ഈ അടുത്താണ് കോഴിക്കോടുള്ള റിസോർട്ടിന് വേണ്ടി ഞങ്ങൾ ഈ വർക്ക് എടുക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർ തന്നെ ഞങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ ബിൽഡിങ്ങിലുള്ള റിസോർട്ടായിരുന്നു. ഇന്നത് റിനോവേഷൻ ചെയ്ത് അത്യാവശ്യം വലിയ രീതിയിലോട്ട് ഒരു കൺവെൻഷൻ സെൻറ്റർ, അതുപോലെ കുറച്ച് സെപ്പറേറ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ, ഒരു ഇൻഫിനിറ്റി പൂൾ ആൾറെഡി അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഔട്ട്ഡോർ ആയിട്ട് വലിയൊരു സ്വിമ്മിംഗ് പൂൾ, വലിയൊരു ലെങ്ത്തുള്ളൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ആഡ് ചെയ്തിട്ട് അവർ റിനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുകൂടെ ഒരു ആഡ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ബക്കറാഡ്സ് സമീപിച്ചു. വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളത് ചെയ്യുമ്പോൾ ഒരു ലേഡി എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ ഇന്നും അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അത് തന്നെ മതി, ആ ഒരു രീതിയിൽ തന്നെ മതി എന്നായിരുന്നു. ബട്ട് അവർ റിനോവേഷൻ ചെയ്തപ്പോൾ ഞങ്ങളും ഒന്ന് റിനോവേഷൻ ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ആഡ് ഒരു കപ്പിൾ, അതായത് ഒരു കപ്പിൾ ബ്രാൻഡായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ഷോട്ടുകൾ, അതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ റിസോർട്ടിലെത്തി, റിസോർട്ടിൻ്റെ എല്ലാ ആംബിയൻസ് കാര്യങ്ങളൊക്കെ കണ്ട് 2 ദിവസമായിരുന്നു ഷൂട്ട്. ഫസ്റ്റ് ഡേ ഈ റിസോർട്ടിൻ്റെ ഇൻറ്റീരിയർ എല്ലാം കാണിച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലോട്ടും ബുക്കിംഗ് സൈറ്റുകളിലോട്ടൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു ചെയ്തിരുന്നത് ഫസ്റ്റ് ഡേ. അത് ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ R5 ആയിരുന്നു. ലോവയുടെ 12mm സിനി ലെൻസ് ഉപയോഗിച്ചിട്ടായിരുന്നു അതിൻ്റെ വൈഡ് ആംഗിളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റൂമിൻ്റെയൊക്കെ സിനി ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഫോക്കസ് അല്ല, മാനുവൽ ഫോക്കസ് ആണെന്ന് അറിയാം. ബട്ട് ഈ ലോവയുടെ 12mm ഒരു ലെവൽ ഇൻഫിനിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഫോക്കസ്ഡ് ആയിരിക്കും. വൈഡ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഷാർപ്പായിരിക്കും. പിന്നെ കുറച്ച് ഗ്രേഡിങ്, അതായത് എഡിറ്റിംഗ് ടൈമിൽ, പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ കുറച്ച് ഷാർപ്പൊക്കെ കയറ്റിയിട്ടായിരുന്നു ആ ഫോട്ടോസ് ചെയ്തിരുന്നത്. ജഫാസ് ആയിരുന്നു അതിൻ്റെ ഫോട്ടോ എടുത്തിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയായിരുന്നു അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് ഈ DRO ഒക്കെ ആ ടൈമിൽ എടുക്കാതെ ഞങ്ങളൊരു ഇമേജിനെ തന്നെ 3 ലെയറായിട്ട് ആഡ് ചെയ്തിട്ടായിരുന്നു അവനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ വേറെ ലെവലായിരുന്നു. ശരിക്കും ക്ലൈൻറ്റ് വളരെ ഹാപ്പി ആയിരുന്നു. സെക്കൻഡ് ഡേ ആയിരുന്നു വീഡിയോ. രാവിലെ ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു ബെഡ്റൂമിനകത്തേക്ക് കയറി വരുന്ന ഷോട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്തിരുന്നത്. ഈ കോൺസെപ്റ്റ് ഓൾമോസ്റ്റ് വരുന്നത് റിസപ്ഷനകത്തേക്ക് കയറി വന്നതിന് ശേഷം, വെൽക്കം ചെയ്തതിന് ശേഷം നേരെ ബെഡ്റൂമിലോട്ടുള്ളൊരു ട്രാൻസിഷൻ ആയിരുന്നു. ദെൻ ബെഡ്റൂമിൽ നിന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട്, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നേരെ വീണ്ടും അഗെയിൻ ബെഡ്റൂമിലോട്ട്. അത് കോസ്റ്റ്യൂം ചേഞ്ച്, 2 കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒരു വൈറ്റ് കോസ്റ്റ്യൂമും അതുപോലെ അവർ ഇന്നാവുമ്പോൾ ഒരു ടീഷർട്ടായിട്ടുള്ള കോസ്റ്റ്യൂം. ഫുള്ളി ഒരു വൈറ്റ് കോസ്റ്റ്യൂമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കോസ്റ്റ്യൂം ഡിസൈനർ ഷോണിമ അത് വൃത്തിക്ക് ഡിസൈൻ ചെയ്തിട്ടായിരുന്നു ഈ രീതിയിൽ മതി, ഇങ്ങനെ ഒരു മൂഡ് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് ടോട്ടലി ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൺവിൻസായി ഷോണിമ അടിപൊളിയായിട്ട് തന്നെ ആ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് ഞങ്ങളങ്ങനെ ഷൂട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് ബെഡ്റൂമിൽ നിന്നുള്ള കുറച്ച് സീനുകളായിരുന്നു. ബെഡ്റൂമിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് സീനുകളായിരുന്നു. അവർ കയറി വന്നതിന് ശേഷം ഈ ഫീമെയിൽ മോഡൽ ഒരു ചെയറിൽ ഇരിക്കുന്ന സമയത്ത് കട്ട് ട്രാൻസിഷൻ ടു സ്വിമ്മിംഗ് പൂള്. മെയിൻലി ഇവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ട 3 പ്ലോട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് ബെഡ്റൂം, ഒന്ന് റെസ്റ്റോറൻറ്റ്, ഒന്ന് സ്വിമ്മിംഗ് പൂള്. ഈ 3 കാര്യങ്ങളായിരുന്നു. ഇത് 3ആയിരുന്നു ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ബെഡ്റൂമിൽ നിന്നുള്ള നേരെ ട്രാൻസിഷൻ സ്വിമ്മിംഗ് പൂളിലോട്ടും, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നേരെ വീണ്ടും അഗൈൻ ബെഡ്റൂമിലോട്ടും. പിന്നീട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് നൈറ്റായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആ ഒരു രീതിയിലായിരിക്കണം ഈ ഷോട്ടെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ഷൂട്ടിന് ഞങ്ങൾ ഒരുപാട് ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊന്നും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ റിസോർട്ടിൻ്റെ ആ ഒരു ഫീല്, അതായത് അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ലൈറ്റും കാര്യങ്ങളും തന്നെയായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത്. കാരണം അവിടുത്തെ ഒരു മൂഡ്, ആ ഒരു ഫീല് തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അവിടുത്തെ മൂഡ് എന്താണോ ആ ഒരു മൂഡ് ഞങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചു. ഇതിനകത്ത് ഒരു ട്രാൻസിഷൻ കട്ട് ഷോട്ട് വരുന്നുണ്ട്. അതായത് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ഒരു കട്ട് ഷോട്ട് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഒരു ബെഡിനകത്തേക്ക് കടന്നതിന് ശേഷം നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് കട്ട് വരുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഈ സ്വിമ്മിംഗ് പൂളിനകത്ത് അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ചിരുന്നു 360, അതായത് DJIയുടെ 360 ക്യാമറ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വേസ്റ്റ്. അണ്ടർ വാട്ടർ 360 വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് ഒട്ടും നല്ലൊരു ക്ലിപ്പല്ലായിരുന്നു. അത് ഞങ്ങൾ ആഫ്റ്റർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് കയ്യിൽ നിന്ന് പോകുമല്ലോ എന്ന്. കാരണം ആ ഒരു രീതിയിലായിരുന്നു അതിൻ്റെ ക്വാളിറ്റി. ഭയങ്കര ലോസ് ആയിരുന്നു. അത് സ്വിമ്മിംഗ് പൂളിനകത്ത് അടിയിലായതുകൊണ്ടാണോ എന്നറിയില്ല. 360 ഓൾമോസ്റ്റ് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ അണ്ടർ വാട്ടർ വളരെ ഷോക്കായിട്ടുള്ള റിസൾട്ടായിരുന്നു DJIയുടെ 360 ക്യാമറ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാനിത് എന്നാൽ എക്സ്റ്റീരിയർ ഈ 360 അടിപൊളിയാണ്. 8K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ 8K എടുത്ത് തന്നെ ഇതിന് പിക്സൽ അടിക്കുന്ന പോലെ എന്തോ അണ്ടർ വാട്ടർ ഇറങ്ങുന്ന സമയത്ത് ഈ ക്യാമറ ഭയങ്കര വീക്കായിട്ടുള്ള സ്വഭാവം കാണിച്ചു തുടങ്ങും. അങ്ങനെ ഞങ്ങൾ AIയുടെ സഹായത്തോടു കൂടിയായിരുന്നു ആ ഷോട്ട് നേരെ റീക്രിയേറ്റ് ചെയ്തത്.
അത് ആ സെയിം ഷോട്ട് ഞാൻ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് പിക്സൽ കയറ്റിയിട്ട് ക്വാളിറ്റിയിൽ ഡെലിവറി ചെയ്യാൻ പറഞ്ഞ എഐയുടെ സപ്പോർട്ടോട് കൂടിയായിരുന്നു ഞങ്ങൾ ആ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ആ ഷോട്ട് കിട്ടിയത്. അല്ലാതെ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചത് കൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല. അണ്ടർ വാട്ടർ എപ്പോഴും ഗോപ്രോ തന്നെയാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം DJI എത്ര തന്നെ കളേഴ്സിലാണെങ്കിലും പിക്സലിലാണെങ്കിലും അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ വീക്കാണ്. എനിക്ക് ഈ DJIയുടെ 360 ക്യാമറയെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ള ക്യാമറ ഞാൻ അണ്ടർ വാട്ടർ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. DJIയുടെ ഈ 360 ക്യാമറ ഭയങ്കര നിരാശപ്പെടുത്തി. ഞാൻ പറഞ്ഞു രാവിലെ ബെഡ്റൂമിലത്തെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ച കഴിഞ്ഞ് ഈവനിങ്ങോട് കൂടിയായിരുന്നു ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെ ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. സ്വിമ്മിംഗ് പൂളിലെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ഈവനിങ്ങിൽ ഒരു ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. അതായത് ഈവനിങ്ങിൻ്റെ ആ സൺലൈറ്റ് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ കോർണറിലോട്ട് അങ്ങനെ ലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവൈലബിൾ ആ ഒരു ഫീൽ ഞങ്ങൾക്ക് അവിടെ വരണം. ആ ഒരു സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെലിക്യാം ഷോട്ടൊക്കെ വെച്ചൊരു കോർണറിൽ നിന്ന് അതൊക്കെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള അതൊക്കെ ഒരു ഈവനിങ് ടൈമിലായിരുന്നു ആ സ്വിമ്മിംഗ് പൂളിനകത്തുള്ള ഷോട്ടുകൾ കംപ്ലീറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ ഒരു നൈറ്റോട് കൂടിയാണ് ഈ റെസ്റ്റോറൻറ്റിനകത്തൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും എൻ്റെ കയ്യിലുള്ള ക്യാമറ FX3 ആയതുകൊണ്ട് ഞാനതൊരു ടോട്ടലി ലോ ലൈറ്റിൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ ബേസ് ISO 12500 വെച്ചിട്ടായിരുന്നു ഞാൻ ആ നൈറ്റ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ലൈറ്റ് അതും മിനിമലായിട്ടുള്ള ലൈറ്റ് സെറ്റപ്പ് തന്നെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. RGBയുടെ LC500 3 ലൈറ്റും പല ആംബിയൻസിൽ നിന്നും കൊടുത്തിട്ട് കുറച്ച് ലോങ് ഗ്ലാസിൻ്റെ പുറത്ത് നിന്നും ഒരു പിങ്ക് കളറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അത് ടോട്ടലി പ്ലാൻ ചെയ്ത്. ഒരു മിനിമൽ ലൈറ്റ് സെറ്റപ്പ് തന്നെ ആയിരുന്നു. പക്ഷേ ഒരു ടോപ്പിൽ ഒരു സോഫ്റ്റ് ബോക്സ് ചെയ്തൊരു 450 വെച്ചിട്ടായിരുന്നു ആ ഷൂട്ട് ഞങ്ങൾ ചെയ്തത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ FX3 ആയതുകൊണ്ട് ആ ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ലോ ലൈറ്റിൽ ഇത് അടിപൊളിയായിരിക്കും എന്നുള്ളത്. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഷോട്ടുകളായിരുന്നു അവിടെ നിന്ന് കിട്ടിയിരുന്നത്. ഞങ്ങൾ ഈ ആഡിനകത്ത് അത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ ആഡ് ഷൂട്ട് ചെയ്തിരുന്നത്. ഞാനിതിനകത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറ സോണിയുടെ FX3 ആണ്. വൈഡിന് വേണ്ടിയിട്ട് ലോവ 12mm പിന്നെ വെസ്പി 2ൻ്റെ ഫുൾ കിറ്റ് ലെൻസിൻ്റെ എല്ലാ ലെൻസും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഫോക്കൽ ലെങ്ത്തും ഈ ഒരു ആഡിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ലെൻസിൻ്റെ കൈ കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ആഡ് വർക്ക് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടൽ ലെൻസ് എനിക്കിതിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ഫോക്കൽ ലെങ്ത്തും ഈ ഒരു മൂഡ് പോലും നോക്കാതെ ചിലയിടങ്ങളിൽ ഞാൻ ആ ഫോക്കൽ ലെങ്ത്ത് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ഇത് DI ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു അന്ന് ചെയ്തൊരു ഒരു കളേഴ്സ് ആയിരുന്നു. അതവർ ഓക്കെ ആയിരുന്നു. ആ ഒരു കളേഴ്സ് മതി, കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കളേഴ്സ് മതി എന്നുള്ളതായിരുന്നു. ബട്ട് ഞങ്ങളിത് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു മൂഡിനനുസരിച്ച് ഒരു വെസ്റ്റേൺ റിസോർട്ടിൻ്റെ ആഡ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു റെഫർ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു മൂഡ് ടോൺ ഇതിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ജെക്സർ അത്യാവശ്യം നന്നായിട്ട് ഒരു കളറിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചു. ഫേസ് ടോണൊക്കെ കുറച്ച് ഡള്ളാക്കിയിട്ട് ഒന്ന് ഔട്ട് മാറ്റി പിടിച്ച്. കാരണം ഒരു ഓവറായിട്ട് സാച്ചുറേറ്റഡ് ആവണ്ട. എല്ലാ ആഡിലും ഓവറായിട്ട് സാച്ചുറേറ്റഡ് ആണ് എല്ലാ ആഡിലും റിസോർട്ടിൻ്റെ ആഡിലും കാണുന്നത്. പക്ഷേ ഇവിടെ നന്നായിട്ട് എക്സ്റ്റീരിയർ വലിയൊരു ആംബിയൻസോ കാര്യങ്ങളോ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇൻറ്റീരിയർ ഈ സ്വിമ്മിംഗ് പൂള് പിന്നെ ഈ നൈറ്റുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്ത ആ വിഷ്വലുകളായിരുന്നു. അപ്പോൾ ടോട്ടലി ഞങ്ങളൊരു ഓഫ് ടോൺ ആയിരുന്നു ടോട്ടലി പ്ലാൻ ചെയ്തിരുന്നത്. അത് വൃത്തിക്ക് വന്ന് നിങ്ങൾ ഈ ആഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. There are places you don't just arrive, you belong. Where everything softens and the outside world fades away. Laughter fills the spaces. Moments unfold in glances and quiet smiles. Where every look says more than words. A serene water haven, drawing you into stillness. And then, just light, warmth, and experience that lingers. Lake Breeze Resort. Own the moment.